കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് എല്ലായിടത്തും ഉപയോഗം വരുന്നൊരു വാക്കാണ് അല്ലേ. ഒരു ചെറിയ കട മുതൽ വലിയൊരു കമ്പനി നമ്മളെടുത്താലും അവിടെ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യമായാലും നമ്മൾ പറയും അത് മാനേജ് ചെയ്യൂ, ഒരു മാനേജർ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. അപ്പം ഈ പറയുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതൊരു ചെറിയ വീട്ടിലെ കാര്യം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അതിനൊരു സ്കില്ല് വേണം മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു കോഴ്സാണ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് കാണുന്ന എല്ലാ കോഴ്സുകളും. നമുക്കറിയാം, ഇപ്പോൾ മിക്കവാറുമുള്ള ഗ്രാജുവേറ്റ്സ് എല്ലാവരും അത് കഴിഞ്ഞിട്ട് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ജോലി കിട്ടണമെങ്കിൽ ഒരു MBA എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. എല്ലാ കോഴ്സുകളെയും പോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് കോഴ്സും. പക്ഷേ എങ്കിലും പല ആൾക്കാരും PG കഴിഞ്ഞ് വീണ്ടും ഒരു ഡബിൾ PG ആയിട്ടും മാനേജ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ആൾക്കാർ പലപ്പോഴും അതിനെ കാണാറുള്ളത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് പഠിക്കാനായിട്ട് ഇന്ത്യയിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ടോപ്പ് B സ്കൂൾസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 21ഓളം IIMs ഇന്ന് ഇന്ത്യയിലുണ്ട്. നമുക്ക് പ്രൗഡായിട്ട് പറയാം, ഒരു IIM കോഴിക്കോടാണ്, IIM കാലിക്കറ്റ്. അവിടെയും ഈ പറയുന്ന പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്ന് നിന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ പല പല സ്റ്റേറ്റുകളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ IIM പ്രിഫർ ചെയ്യുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യാനോ PhD ചെയ്യാനോ ഒക്കെയാണ് സാധാരണ ആൾക്കാർ IIM പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ക്യാച്ച് ദം ഏർലി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ +2 കഴിഞ്ഞ കുട്ടികളെ ഈ പറയുന്നൊരു മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് IPM എന്ന് പറയുന്നത്. അതായത് +2 കഴിഞ്ഞൊരു കുട്ടിക്ക് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം IIMൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇത് പല ആൾക്കാർക്കും അറിയില്ല. ഡിഗ്രി കഴിഞ്ഞ് IIMലേക്ക് പോകുന്നതിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർ അവെയറാണ്. പക്ഷേ +2 കഴിഞ്ഞ് ഈ പറയുന്ന 5 ഇയർ പ്രോഗ്രാമിലേക്ക് പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UG + PG ആണ് അവർക്ക് അവാർഡ് ചെയ്യുന്നത്. അതായത് ആദ്യം 3 വർഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫൗണ്ടേഷണൽ കോഴ്സസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന 2 ഇയേഴ്സിൽ ഒരു അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് സ്കിൽസും ലീഡർഷിപ്പ് ട്രെയിനിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് ലെവലിലേക്ക് ഇനിഷ്യലി തന്നെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആ കുട്ടിക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഈ IIMലേക്ക് ഉള്ള എൻട്രി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടഫസ്റ്റ് എക്സാംസ് ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ IIMലേക്കുള്ള എൻട്രിയും ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാം വഴി തന്നെയാണ്. പക്ഷേ ഈ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടി എഴുതുന്നൊരു എൻട്രൻസ് പറയുന്നത് IPMAT എന്നാണ്. അത് കമ്പാരിറ്റീവ്ലി ഡിഗ്രി കഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ എൻട്രൻസിൻ്റെ അത്രയും ടഫ്നെസ് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ടഫ്നെസ് ഇല്ല എന്നല്ല അത്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഗ്രാജുവേറ്റ് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ +2 കഴിഞ്ഞ് പോകുന്നതാണ് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ +2ൽ നമ്മൾ ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഏത് കുട്ടിയായാലും മാനേജ്മെൻറ്റ് ഡിഗ്രി എടുത്ത് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ IPMAT എന്ന് പറയുന്നൊരു എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത്. ഈ ഞാൻ പറഞ്ഞ എല്ലാ IIMലും ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഇല്ല. ചുരുക്കം ചില IIMസിൽ മാത്രമാണ് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉള്ളത്. അതിൽ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് IIM ഇൻഡോർ, IIM റാഞ്ചി, IIM ബോധ്ഗയ, IIM അമൃത്സർ, IIM ജമ്മു, ഇങ്ങനെയുള്ള IIMസിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ പഠിക്കാവുന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് എൻട്രൻസ് എക്സാം എന്ന് മനസ്സിലാക്കണമല്ലോ. ഈ IPMAT എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന കുറേ എൻട്രൻസ് എക്സാംസ് ഉണ്ട് കുട്ടികൾക്ക് എഴുതാനായിട്ട്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ IPMAT എന്ന് പറയുന്ന എക്സാമിനേഷൻ. ഈ IPMAT എക്സാമിനേഷന് വെർബൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ +2 കഴിഞ്ഞ് വരുന്ന എൻട്രൻസ് എക്സാംസിൽ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ക്ലബ്ബ് ചെയ്യുന്നത് ചുരുക്കം ചില എക്സാംസിൽ മാത്രമാണ്. പക്ഷേ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് റിട്ടൺ ടെസ്റ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഈ പറയുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂ സെഷനിൽ നമ്മൾ കൊടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണൽ ഇൻ്റർവ്യൂ സെഷനിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾറെഡി ആ ഒരു താല്പര്യമുള്ളതും പേഴ്സണാലിറ്റി നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഗ്രൂം ചെയ്യാൻ പറ്റുന്നതുമായ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ IIMs വെച്ചിരിക്കുന്നത്. സോ ഇത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി +2 കഴിഞ്ഞൊരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ വേണം ഈ പറയുന്ന എക്സാമിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ IPMAT എന്ന് പറയുന്ന എക്സാമിൽ റിട്ടൺ എബിലിറ്റി ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂവും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ പല ആൾക്കാരും ചോദിക്കും IIMലൊക്കെ പഠിക്കുവാണെങ്കിൽ എക്സ്പെൻസീവ് അല്ലേ, ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ IIMൽ പഠിച്ചതുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു MBA പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് IIMൻ്റെ വെബ്സൈറ്റുകൾ എല്ലാവർക്കും എടുത്തു നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികൾ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചില IIMs ഒക്കെ 100% പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ആ കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന കുട്ടിക്ക് 100% ജോലിയാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവിടെ കാശ് കൊടുത്ത് പഠിച്ചുകൂടാ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ്. അതായത് 100% പ്ലേസ്മെൻ്റ് ആണ്. ബാക്കി മിക്ക കോളേജസും ഇങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അവർ അവാർഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, പഠിക്കുന്നു, കുട്ടികൾ പോകുന്നു, ജോലി അവരായി തന്നെ കണ്ടെത്തുന്നു. ചിലപ്പോൾ ചില ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ചില കോളേജസിൽ നടത്താറുണ്ട്. ഇതിൽ റീസെൻ്റ്ലി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ IIM ഇൻഡോറിൻ്റെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം, പ്ലേസ്മെൻറ്റിൻ്റെ എവിടെയാണ് കുട്ടി പ്ലേസ്ഡ് ആയിരിക്കുന്നതെന്നും എത്രയാണ് ആ കുട്ടിക്ക് കിട്ടുന്ന സാലറി എന്നും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്കും നോക്കാവുന്നതാണ്. 1 crore ആണ് ആനുവൽ സാലറി ആയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് കമ്പനി. ദാറ്റ് മീൻസ് പഠിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ആനുവലി 1 crore കിട്ടുന്ന സാലറി ഉള്ള ഒരു ജോബ് ആ കുട്ടിയുടെ കയ്യിലായി. അപ്പോൾ അതാണ് IIMൽ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൂടാതെ IIMൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അലുമിനി അസോസിയേഷനാണ്. ഹ്യൂജ് നെറ്റ്വർക്കാണ് IIMൻ്റെ അലുമിനി എന്ന് പറയുന്നത്. ഒരുപാട് ഇൻറ്റേൺഷിപ്സിനും ജോബിനും ഒക്കെ ഈ പറയുന്ന അലുമിനി അസോസിയേഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ കാണുന്ന CEO ലെവലിലിരിക്കുന്ന പല ആൾക്കാരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ IIM അലുമിനിയിൽ ഉള്ളവരാണ്, IIMൽ പഠിച്ച ആൾക്കാരാണ്. എന്തെങ്കിലും കോഴ്സ് IIMൽ അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കോഴ്സാണ് IIM പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്ലോബൽ സെനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർവാർഡിൻ്റെയൊക്കെ ഒരു സിലബസും നമ്മുടെ IIM പ്രൊവൈഡ് ചെയ്യുന്ന സിലബസും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ഗ്ലോബൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സിലബസാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് IIM പ്രൊവൈഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ നാട്ടിലുള്ളപ്പോൾ, നമ്മളുടെ കുട്ടികൾക്കുള്ളപ്പോൾ നമ്മളത് അവൈൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത് അവയർനെസ്സാണ്. എന്താണ് ഈ കോഴ്സ് എന്നും ഈ പറയുന്ന എക്സാം എന്താണെന്നും ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ബാക്കിയുള്ള എക്സാം പോലെ ഒരു ഈസി അപ്രോച്ച് IPMATന് നിങ്ങൾ എടുക്കരുത്. കാരണം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം വെറുതെ ജസ്റ്റ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതി നോക്കാം, അങ്ങനെ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. അങ്ങനെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾ മാത്തമാറ്റിക്സിലും അത്യാവശ്യം വെർബൽ എബിലിറ്റിയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 1 year പ്രിപ്പറേഷൻ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് ആവശ്യമാണ്. ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളത് നോക്കി തുടങ്ങാം. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരു ഏർലി സ്റ്റേജിൽ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ക്രാഷ് കോഴ്സിലേക്ക് പോയി ജോയിൻ ചെയ്യുക. ഒരിക്കലും IPMATൻ്റെ കേസിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഒരു കോഴ്സിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഒരു സെൽഫ് പ്രിപ്പറേഷൻ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ IPMAT ക്രാക്ക് ചെയ്യാനായിട്ട്
മോക്ക് ടെസ്റ്റ് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ സ്കോർ എത്രയാണ്, ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സോ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് IPMAT.